ഒറ്റപ്പാലം കോടതി പരിസരത്ത് മാധ്യമപ്രവർത്തകർക്ക് നേരെ ബി.ജെ.പി. പ്രവർത്തകർ കൊലവിളി നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്ത്. മാധ്യമപ്രവർത്തകരെ വെട്ടിത്തീർത്തുകളയുമെന്ന് ബി.ജെ.പി. പ്രവർത്തകന്റെ ഭീഷണി. കേന്ദ്രത്തിലെ ഭരണമില്ലാത്ത സമയത്തും വെട്ടിയിട്ടുണ്ടെന്നും ബി.ജെ.പിക്കാർ ഭീഷണിപ്പെടുത്തി. 3 മാധ്യമപ്രവർത്തകർക്ക് മർദ്ദനമേറ്റു. ചെർപ്പുളശ്ശേരി നെല്ലായിലെ ആക്രമണക്കേസിൽ അറസ്റ്റിലായ 6 ബി.ജെ.പി. ആർ.എസ്.എസ്. പ്രവർത്തകരെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കുന്നതിനിടെയാണ് സംഭവം. പോലീസ് അറസ്റ്റ് ചെയ്ത നെല്ലായ സ്വദേശികളായ ജ്യോതിഷ്, രോഹിത്, മണികണ്ഠൻ, രാജേഷ്, ദീപേഷ്, പ്രകാശൻ എന്നിവരെ ചെർപ്പുളശ്ശേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഇവരെ കോടതിയിലേക്ക് കൊണ്ടുവന്ന ടാക്സി വാഹനത്തിന് പിന്നാലെ ബൈക്കിലെത്തിയ സംഘമാണ് ആക്രമണവും വധഭീഷണിയും മുഴക്കിയത്. പേരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് ഒറ്റപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. പരിക്കേറ്റ മാധ്യമപ്രവർത്തകരായ ശ്യാംകുമാർ, ശ്രീജിത്ത്, അനൂപ് എന്നിവരെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പി. ഉണ്ണി എം.എൽ.എയും CPIM നേതാക്കളും സന്ദർശിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം കോടതി വളപ്പിൽ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസിന് നിർദ്ദേശം നൽകി. മാധ്യമ സ്വാതന്ത്ര്യത്തെ പരിരക്ഷിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നും ആ സ്വാതന്ത്ര്യം ഹനിക്കാനുള്ള നീക്കം ആരിൽ നിന്നുണ്ടായാലും അതിനെ കർശനമായി നേരിടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ജനാധിപത്യ സമൂഹത്തിന് ചേരാത്ത പ്രവൃത്തിയാണ് ഒറ്റപ്പാലത്ത് നടന്നതെന്നും ഇത് അപലപനീയമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. പുതിയ ഡാം പണിയാൻ കേരളത്തെ അനുവദിക്കരുതെന്നും ജയലളിത ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. അണക്കെട്ടിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായെന്നും ഡാം കൂടുതൽ ബലപ്പെട്ടുവെന്നും ജയലളിത പ്രധാനമന്ത്രിയെ അറിയിച്ചു. ബേബി ഡാമിലെ 23 മരങ്ങൾ മുറിക്കാനുള്ള പാരിസ്ഥിതിക അനുമതിയും തമിഴ്നാട് തേടിയിട്ടുണ്ട്. മോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ജയലളിത ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടത്. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി കേരള കോൺഗ്രസ്. മെത്രാൻകായൽ അടക്കമുള്ള കോൺഗ്രസ് നിലപാടുകൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. ബാർ കേസിൽ മാണിയെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമിച്ചു. UDF സർക്കാരിന്റെ അവസാനകാല തീരുമാനങ്ങൾ തിരിച്ചടിയായി. കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് കോൺഗ്രസിനെതിരെ വിമർശനം ഉന്നയിച്ചത്. വിവരങ്ങളുമായി TP പ്രശാന്ത് കോട്ടയത്ത് നിന്നും ചേരുന്നുണ്ട്. പ്രശാന്ത്, എന്തൊക്കെ കാര്യങ്ങളാണ് യോഗത്തിൽ ഉയർന്നു വന്നത്? സ്വാമി, കേരള കോൺഗ്രസ് വലിയൊരു വിമർശനം, ശക്തമായൊരു വിമർശനം തന്നെയാണ് കോൺഗ്രസിനെതിരെ നടത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ നിലപാടുകളും VM സുധീരൻ അടക്കമുള്ള നേതാക്കളുടെ പരസ്യ പ്രസ്താവനകളും അവസാന ഘട്ടത്തിൽ മന്ത്രിസഭ എടുത്തിട്ടുള്ള മെത്രാൻകായൽ അടക്കമുള്ള തീരുമാനങ്ങളും UDFന്റെ പരാജയത്തിന് കാരണമായെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു വിലയിരുത്തൽ. ബാർക്കോഴ കേസിൽ പാർട്ടി ലീഡർ KM മാണിയെ മുഖ്യ പ്രതിസ്ഥാനത്ത് നിർത്തിയ കോൺഗ്രസ് ബറാബസിനെ രക്ഷിക്കൂ, യേശുവിനെ ശിക്ഷിക്കുന്ന യഹൂദരുടെ ഒരു നിലപാടാണ് സ്വീകരിച്ചത് എന്ന ആക്ഷേപം പോലും ഉയർന്നിരുന്നു. ഒപ്പം തെരഞ്ഞെടുപ്പോടെ സ്വയം ഇല്ലാതായിട്ടുള്ള കോൺഗ്രസ് RSPM, JDU തുടങ്ങിയ ഘടകകക്ഷികളെല്ലാം തന്നെ ഇല്ലാത്ത സമീപനമാണ് സ്വീകരിച്ചത്. ഇതേ സമീപനം തന്നെ കേരള കോൺഗ്രസിനോട്, അതായത് കേരള കോൺഗ്രസിനെ ഇല്ലാതാക്കാനുള്ള ശ്രമവും നടന്നു. PJ കുര്യന്റെ അപക്വമായ പ്രസ്താവനകളും നിലപാടുകളും എല്ലാം തന്നെ തിരുവല്ലയിൽ ജോസഫ് പുതുശ്ശേരിയുടെ തോൽവിക്ക് കാരണമായി. കൂടുതൽ സീറ്റുകൾ വേണമെന്നും ചില സീറ്റുകൾ വച്ചുമാറണമെന്നുള്ള കോട്ടയം ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ചില പിടിവാശി പൂഞ്ഞാറിലും ഏറ്റുമാനൂരിലും അടക്കം തിരിച്ചടിയായിട്ടുണ്ട്. ഒപ്പം അരുവിക്കര തെരഞ്ഞെടുപ്പിന് ശേഷം UDF ചിതറിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളതെന്നും യോഗത്തിൽ വിലയിരുത്തലുണ്ടായി. BJPക്ക് കൂടുതൽ വോട്ടുകൾ ലഭിച്ചിരുന്നു. BJP കൂടുതൽ വോട്ടുകൾ നേടിയപ്പോൾ LDFന് അത് 41 മണ്ഡലങ്ങളിൽ ഗുണം ചെയ്തുവെന്നാണ് കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന്റെ ഒരു വിലയിരുത്തൽ. യോഗം ഇപ്പോഴും തുടരുകയാണ്. മാത്രമല്ല, വിവിധ മണ്ഡലങ്ങളെ സംബന്ധിച്ച്, തോൽവിയെ സംബന്ധിച്ചെല്ലാം തന്നെയുള്ള ഒരു കൃത്യമായ ഒരു പഠനം, അതിനു വേണ്ടിയിട്ടുള്ള സമിതി അടക്കം രൂപീകരിക്കുന്ന കാര്യത്തെക്കുറിച്ചെല്ലാം തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനങ്ങളുണ്ടായി. TP പ്രശാന്ത്, കോട്ടയത്ത്. കൊച്ചി മെട്രോ പദ്ധതി 2017 മാർച്ചിൽ പൂർത്തിയാക്കുമെന്ന് DMRC മുഖ്യ ഉപദേഷ്ടാവ് E. ശ്രീധരൻ. പദ്ധതിയെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് വിശദമായ റിപ്പോർട്ട് നൽകുമെന്നും E. ശ്രീധരൻ പറഞ്ഞു. പദ്ധതിയുടെ പുരോഗതി സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചി മെട്രോ റെയിൽ പദ്ധതിയുടെ നിർമ്മാണ പുരോഗതിയും നിർമ്മാണം പൂർത്തിയാക്കുന്നതിലെ തടസ്സം നീക്കുന്നതിന് സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകുന്നതും സംബന്ധിച്ച് ചർച്ച ചെയ്യാനാണ് DMRC മുഖ്യ ഉപദേഷ്ടാവ് E. ശ്രീധരൻ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. പദ്ധതിയിലെ ഇതുവരെയുള്ള പുരോഗതി, തുടർന്നുള്ള പ്രവർത്തനം, ഇതിൻ്റെയൊക്കെ ഡെമോ പ്രസന്റേഷൻ E. ശ്രീധരൻ മുഖ്യമന്ത്രിക്ക് മുന്നിൽ നടത്തി.
പദ്ധതിയുടെ വിശദാംശങ്ങളെക്കുറിച്ചുള്ള നോട്ട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതായും 2017 മാർച്ച് മാസത്തിൽ തന്നെ കൊച്ചി മെട്രോ പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്നും ഇ ശ്രീധരൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്യക്തമാക്കി. മുഖ്യമന്ത്രി നിർദ്ദേശിച്ച സമയത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാനാണ്. കൊച്ചി തീർച്ചയായിട്ടും. പദ്ധതിയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അടിയന്തര ഇടപെടൽ വേണ്ടതിനാൽ ഇ ശ്രീധരൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായും ചർച്ച നടത്തി. കോഴിക്കോട് തിരുവനന്തപുരം മോണോ റെയിലിന്റെ കാര്യത്തിൽ പിന്നീട് മുഖ്യമന്ത്രിയുമായും ചർച്ച നടത്തുമെന്നും ഇ ശ്രീധരൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കലാഭവൻ മണിയുടെ മരണം സ്വാഭാവിക മരണമാകാനുള്ള സാധ്യതകൾ തള്ളി മെഡിക്കൽ ബോർഡ്. മരണത്തിലെ ദുരൂഹത വർദ്ധിപ്പിച്ച് കേന്ദ്ര ഫോറൻസിക് ലാബിലെ പരിശോധനാ ഫലം പുറത്തുവന്നതോടെയാണ് പോലീസ് മെഡിക്കൽ ബോർഡ് അസ്വാഭാവിക മരണമെന്ന നിഗമനത്തിലെത്തിയത്. മരണകാരണമാകുന്ന അളവിൽ മണിയുടെ ശരീരത്തിൽ മെഥനോൾ എത്തിയതായാണ് പരിശോധനാ ഫലം. അതേസമയം മണിയുടെ സഹായികളുടെ അറിവോടെയാകാം വിഷമദ്യം ശരീരത്തിലെത്തിയതെന്ന് സഹോദരൻ RLV രാമകൃഷ്ണൻ ആരോപിച്ചു. കലാഭവൻ മണിയുടെ ശരീരത്തിൽ മരണകാരണമായേക്കാവുന്ന അളവിൽ മെഥനോളിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായാണ് കേന്ദ്ര ഫോറൻസിക് ലാബിന്റെ റിപ്പോർട്ട്. കാക്കനാട്ടെ ഫോറൻസിക് ലാബിൽ കണ്ടെത്തിയതിനേക്കാൾ ഇരട്ടിയിലധികം മെഥനോൾ ശരീരത്തിൽ എത്തിയെന്നാണ് പരിശോധനാ ഫലം. 45 മില്ലിഗ്രാം മെഥനോൾ ശരീരത്തിലെത്തിയെന്ന കണ്ടെത്തൽ മരണത്തിലെ ദുരൂഹത വർദ്ധിപ്പിച്ചു. പരിശോധനാ ഫലം സംബന്ധിച്ച് നടന്ന പോലീസ് മെഡിക്കൽ ബോർഡ് സംയുക്ത യോഗത്തിലാണ് അസ്വാഭാവിക മരണമെന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നത്. ബിയർ കഴിച്ചത് മൂലം മെഥനോൾ ശരീരത്തിൽ എത്തിച്ചേർന്നതാകാം എന്നതായിരുന്നു പോലീസിന്റെ ആദ്യ നിഗമനം. മണിയുടെ ശരീരത്തിൽ മെഥനോൾ എത്തിച്ചേരാനുള്ള സാധ്യതകളെപ്പറ്റി കാര്യമായ അന്വേഷണം നടന്നിട്ടില്ല. മരണകാരണമായേക്കാവുന്ന തരത്തിൽ മെഥനോൾ ഉള്ളിൽ ചെന്നതായുള്ള കണ്ടെത്തൽ അന്വേഷണത്തിൽ വഴിത്തിരിവാകുകയാണ്. അതേസമയം മെഥനോൾ ശരീരത്തിലെത്തിയത് സഹായികളുടെ അറിവോടെ ആയിരിക്കാമെന്ന് മണിയുടെ സഹോദരൻ രാമകൃഷ്ണൻ പ്രതികരിച്ചു. ഈ രാവിലെ 5 മണിക്ക് വിപിൻ കൊടുത്തിട്ടുള്ള ഈ പാനീയം എന്ന് പറഞ്ഞ പെപ്സിയിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഏതോ മദ്യം കലക്കി കൊടുത്തിരിക്കണം എന്നുള്ളൊരു ബലമായ സംശയം ഞങ്ങൾക്കുണ്ട്. അന്വേഷണം CBIക്ക് വിട്ടപ്പോൾ മാത്രമാണ് മണിയുടെ സുഹൃത്ത് സാബുമോൻ മാനനഷ്ടത്തിന് കേസ് നൽകിയതെന്നും രാമകൃഷ്ണൻ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുട്ടനാട് പാക്കേജ് പുനരാരംഭിക്കുന്നതിന് പ്രധാനമന്ത്രിയെ കാണുമെന്ന് കൃഷിമന്ത്രി സുനിൽകുമാർ. കുട്ടനാട് പാടശേഖരം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നെല്ലിന്റെ കുടിശ്ശിക 10 ദിവസത്തിനകം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കുട്ടനാടൻ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനായാണ് കൃഷിമന്ത്രി സുനിൽകുമാർ കുട്ടനാട് സന്ദർശിച്ചത്. കുട്ടനാട് പാക്കേജിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്രധാനമന്ത്രിയെ നേരിട്ട് കാണും. സത്യം പറഞ്ഞാൽ ഈ കുട്ടനാട് പാക്കേജ് ഫലവത്തായി നടപ്പാക്കിയിരുന്നെങ്കിൽ നമ്മുടെ ഈ കുട്ടനാട് പ്രദേശം ഒരു സ്ഥലത്ത് പോലും മട വീഴാതെ ഇത് സംരക്ഷിക്കപ്പെടുമായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇനി നമ്മുടെ മുമ്പിലുള്ള ഒരു കാര്യം, ഈ പാക്കേജ് ഇനി ആരംഭിക്കാൻ വേണ്ടി കൃഷി ഡയറക്ടറോടും സെക്രട്ടറിയോടും അതിന് ആവശ്യമായിട്ടുള്ള റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നെല്ലിന്റെ കുടിശ്ശിക വിലയായിട്ടുള്ള 338 കോടി രൂപ 10 ദിവസത്തിനകം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. നാളികേര കർഷകരുടെ കുടിശ്ശികയായ 48 കോടി രൂപയിൽ 12 കോടി രൂപ അനുവദിച്ചതായും മന്ത്രി സൂചിപ്പിച്ചു. പാക്കേജിന്റെ ഭാഗമായി നിർമ്മിച്ച പുറംബണ്ടിന്റെ നിർമ്മാണാവലോകനം നടത്തിയിട്ട് പണം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കൂടാതെ കഴിഞ്ഞ ദിവസം മടവീഴ്ച നടന്ന കുപ്പപ്പുറം പാടശേഖരവും മന്ത്രി സന്ദർശിച്ചു. ബണ്ടിന്റെ നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് നഷ്ടപരിഹാരം നൽകാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ചിത്തിരക്കായലിൽ പുഞ്ചകൃഷി നടത്താനും മന്ത്രി നിർദ്ദേശം നൽകി. നേരത്തെ റാണിക്കായലിൽ കൃഷി ഇറക്കിയിരുന്നു. ഇനി ചിത്തിരക്കായലിൽ കൃഷി ഇറക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതിനാണ് മന്ത്രി കൃഷിവകുപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടാതെ 6 ബ്ലോക്കിൽ നെൽകൃഷി ഇറക്കാൻ കഴിയുമോ എന്ന് പരിശോധന നടത്താനും ജില്ലാ കളക്ടറോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. മെത്രാൻ കായലിലും ആറന്മുളയിലും കൃഷിയിറക്കാനുള്ള സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് KPCC അധ്യക്ഷൻ VM സുധീരൻ. കൃഷിമന്ത്രിയുടെ സമീപനം നല്ലതെന്നും സുധീരൻ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. R ചന്ദ്രശേഖരനെതിരായ കശുവണ്ടി കേസിൽ പാർട്ടി ഇടപെടേണ്ട ആവശ്യമില്ല. കേസിൽ നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്നും സുധീരൻ പറഞ്ഞു. മെത്രാൻകായലും അല്ലെങ്കിൽ അതുപോലുള്ള പ്രദേശങ്ങളും കൃഷിയോഗ്യമായ സ്ഥലങ്ങളൊക്കെ കൃഷി ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളൊക്കെ നേരത്തെ മുതൽ ഈ നിലപാട് സ്വീകരിച്ചു വരുന്ന ആളുകളാണ്. അതിൽ കൃഷി ഇറക്കാനുള്ള കൃഷിമന്ത്രിയുടെ സമീപനം നല്ല സമീപനമാണ്. ആ നല്ല സമീപനത്തെ നല്ല സമീപനമായി തന്നെ കാണുന്നു. അല്ല, ഈ കാര്യത്തിലൊന്നും പാർട്ടി ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ല. നിയമം അത് അനുശാസിക്കുന്ന രീതിയിൽ അതിൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോകട്ടെ. വൃക്കദാനം ചെയ്തയാളിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടില്ലെന്ന് ലേഖ നമ്പൂതിരി. ഇത് സംബന്ധിച്ച് പ്രചരിക്കുന്ന കാര്യങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും ലേഖ നമ്പൂതിരി പറഞ്ഞു. ഏറെ നാളലട്ടിയിരുന്ന വേദനമറിയതിന്റെ സന്തോഷത്തിൽ നിറഞ്ഞ ചിരിയോടെയാണ് ലേഖ നമ്പൂതിരി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. വൃക്കദാനം ചെയ്ത് ശ്രദ്ധയായ ലേഖ നമ്പൂതിരിയുടെ നട്ടലിനുള്ള ശസ്ത്രക്രിയ കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പൂർത്തിയാക്കിയത്. പണം കൈപ്പറ്റിയാണ് വൃക്കദാനം ചെയ്തതെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. വൃക്ക സ്വീകരിച്ച ഷാഫി ഏറെ മാറിയിട്ടുണ്ടെന്നും എന്നാൽ ഇത് സംബന്ധിച്ചുള്ള വിവാദങ്ങളിൽ താല്പര്യമില്ലെന്നും ലേഖ നമ്പൂതിരി പറഞ്ഞു. ഒരിക്കലും തോന്നുന്നില്ല.
കാരണം ഞാൻ ഒന്നും ആഗ്രഹിച്ചല്ലായിരുന്നു അന്ന് കൊടുത്തത്. വിവാദങ്ങൾ ഞാൻ ഭയപ്പെടുന്നുമില്ല. അത് വരുന്നിടത്ത് വരട്ടെ. 4 ലക്ഷത്തോളം രൂപയുടെ കടബാധ്യത ഇപ്പോഴുമുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ സഹായം നൽകിയെന്ന മനുഷ്യാവകാശ സംഘടനയുടെ അവകാശവാദവും തെറ്റാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ച എല്ലാ സുമനസ്സുകൾക്കും നന്ദി അറിയിച്ച ലേഖാ നമ്പൂതിരി ഓപ്പറേഷന് തൊട്ടുമുമ്പ് സഹായമെത്തിച്ച ശേഷം മമ്മൂട്ടി ഫോണിൽ വിളിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും പറഞ്ഞു. മമ്മൂക്ക വിളിച്ചിരുന്നു. അത് ഓപ്പറേഷന് കയറുന്നതിന് തൊട്ട് മുമ്പെയാണ്. അത് ഭയങ്കര ഒരു സന്തോഷമായിട്ടാണ് ഓപ്പറേഷനിലേക്ക് പോകാൻ പറ്റിയത്. സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സ പൂർത്തിയാക്കി ലേഖാ നമ്പൂതിരി ആശുപത്രി വിട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആം ആദ്മി പാർട്ടിയുടെ 21 MLA-മാർ അയോഗ്യതാ ഭീഷണിയിലായതോടെ കേന്ദ്ര സർക്കാരും ദില്ലി സർക്കാരും തമ്മിലുള്ള വാക്പോര് ശക്തമാകുന്നു. MLA-മാർക്ക് ഇരട്ട പദവി നൽകുന്നതിനെ സാധൂകരിക്കുന്നതിന് ദില്ലി നിയമസഭ പാസാക്കിയ ബിൽ രാഷ്ട്രപതി തള്ളിയിരുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ നിലപാടെടുക്കുന്ന എല്ലാവരെയും അയോഗ്യരാക്കി വീട്ടിലിരുത്താനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നതെന്ന് അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. എന്നാൽ MLA-മാരുടെ ഇരട്ട പദവി വഹിക്കൽ സുപ്രീംകോടതി ഉത്തരവിന്റെ ലംഘനമാണെന്ന് BJP ആരോപിച്ചു. പാർലമെന്റ് സെക്രട്ടറിയായ 21 MLA-മാർ അയോഗ്യതാ ഭീഷണിയിലായതോടെ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് ആം ആദ്മി നേതാക്കൾ രംഗത്തെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണെന്ന് കെജ്രിവാൾ ആരോപിച്ചു. പ്രതിഫലം പറ്റുന്ന ഇരട്ട പദവിയുടെ നിർവചനത്തിൽ നിന്ന് പാർലമെന്റ് സെക്രട്ടറിയെ ഒഴിവാക്കി ദില്ലി നിയമസഭ പാസാക്കിയ ബിൽ രാഷ്ട്രപതി തിരിച്ചയച്ചിരുന്നു. എന്നാൽ MLA-മാർക്ക് ശമ്പളമോ വീടോ നൽകുന്നില്ലെന്നും ഓഫീസ് സൗകര്യവും ഔദ്യോഗിക യാത്രാബത്തയും മാത്രമാണ് അനുവദിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർ നജീബ് ജംഗിന് ദില്ലി സർക്കാർ വിശദീകരണം നൽകിയിരുന്നു. എന്നാൽ ഈ വിശദീകരണം പോലും പരിഗണിക്കാതെയുള്ള റിപ്പോർട്ടാണ് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചതെന്നാണ് ആം ആദ്മി സർക്കാരിന്റെ വാദം. മുൻകാല പ്രാബല്യത്തോടെ പാസാക്കിയ ബില്ലിന് അനുമതി നിഷേധിച്ചതോടെ രാഷ്ട്രപതി മുമ്പാകെ വീണ്ടും ബിൽ അംഗീകാരത്തിനായി അയക്കുമെന്നും ആം ആദ്മി നേതാക്കൾ അറിയിച്ചു. ഇരട്ട പദവി വഹിക്കൽ സുപ്രീംകോടതി ഉത്തരവിന്റെ ലംഘനമാണെന്ന് BJP ആരോപിച്ചു. എന്നാൽ ഓഫീസ് സൗകര്യം ഉപയോഗിക്കുന്നതും യാത്രാബത്ത വാങ്ങുന്നതും സുപ്രീംകോടതി ഉത്തരവിന്റെ ഇരട്ട പദവി നിർവചനത്തിൽ വരില്ലെന്നാണ് ആം ആദ്മിയുടെ വാദം. 70 അംഗ നിയമസഭയിൽ 67 MLA-മാരുള്ള ആം ആദ്മി പാർട്ടിക്ക് 21 MLA-മാരുടെ അയോഗ്യത ഭീഷണി ഉയർത്തുന്നില്ലെങ്കിലും കേന്ദ്ര സർക്കാരും ദില്ലി സർക്കാരും തമ്മിലുള്ള തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ വഴിവെച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് ഹിന്ദുസ്ഥാൻ ലാറ്റക്സും സിറ്റിസൺ ഇന്ത്യ ഫൗണ്ടേഷനും സംയുക്തമായി തിരുവനന്തപുരത്ത് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. HLL പേരൂർക്കട യൂണിറ്റിൽ നടന്ന ക്യാമ്പിൽ 100 പേർ രക്തം ദാനം ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനും RCCക്കും രക്തം കൈമാറും. ക്യാമ്പിൽ മേയർ VK പ്രശാന്ത്, സിറ്റിസൺ ഇന്ത്യ ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി TK നായർ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി TV പ്രോഗ്രാം അസോസിയേറ്റ് ഡയറക്ടർ PO മോഹനന്റെ അമ്മ സരസമ്മ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം കോട്ടയം കഞ്ഞിക്കുഴിയിലെ വീട്ടുവളപ്പിൽ നടന്നു. മലയാളം കമ്മ്യൂണിക്കേഷൻസ് പ്രോഗ്രാം ഡയറക്ടർ സോമകുമാർ, HR DGM മുഹമ്മദ് ആരിഫ്, കൈരളി മീഡിയ ക്ലബിന് വേണ്ടി ഭാരവാഹികളായ B സുനിൽ, AK ബൈജു എന്നിവർ റീത്ത് സമർപ്പിച്ചു. ഇനി കാർഷിക വാർത്തകൾ. വയലുകളുടെ നാടെന്നറിയപ്പെടുന്ന വയനാട്ടിൽ വർഷം തോറും നെൽകൃഷി കുറയുകയാണെന്നാണ് കണക്കുകൾ. അരനൂറ്റാണ്ടിന് മുൻപ് 30,000 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് 9,000 ഹെക്ടറിലും താഴെയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 2,000 ഹെക്ടറോളം സ്ഥലത്തെ നെൽകൃഷി കർഷകർ ഉപേക്ഷിച്ചു. നെൽകൃഷി പ്രോത്സാഹന പരിപാടികളും മറ്റും നടക്കുമ്പോഴും ജില്ലയിൽ ഓരോ വർഷവും നെൽകൃഷി കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായാണ് കണക്കുകൾ. 1970-കളിൽ വയനാട്ടിൽ 30,000 ഹെക്ടർ സ്ഥലത്ത് കർഷകർ നെൽകൃഷി ഇറക്കിയിരുന്നു. 2015 ആയപ്പോൾ അത് 8,630 ഹെക്ടർ സ്ഥലത്ത് മാത്രമായി കുറഞ്ഞു. 2014-ൽ 9,200 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷിയുണ്ടായിരുന്നു. കൃഷിവകുപ്പിന്റെ കണക്ക് പ്രകാരം ജില്ലയിലെ 4 ബ്ലോക്ക് പഞ്ചായത്തുകളിലായി 326 പാടശേഖര സമിതികളാണുള്ളത്. നെൽകൃഷി ചെയ്യുന്ന കർഷകരുടെ എണ്ണം 19,569 ആണ്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം നഞ്ചകൃഷി ചെയ്തവരിൽ കുറവുണ്ട്. 1,730 ഹെക്ടർ സ്ഥലത്ത് മാത്രമാണ് കഴിഞ്ഞ വർഷം നഞ്ചകൃഷി നടന്നത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി നടക്കുന്നത് നൂൽപ്പുഴ പഞ്ചായത്തിലാണ്, 1,074 ഹെക്ടർ സ്ഥലത്ത്. ഇക്കാലയളവിൽ ഇവിടെയും നെൽകൃഷിയിൽ കാര്യമായ കുറവുണ്ടായി. കൃഷിവകുപ്പും സർക്കാരും കാര്യമായ പ്രോത്സാഹന പരിപാടികൾ ആവിഷ്കരിച്ചില്ലെങ്കിൽ വയൽനാടായ വയനാട് നെൽകൃഷി ഉൽപ്പാദനത്തിൽ അതിന്റെ പ്രതാപകാലത്തെ മാത്രം ഓർമ്മിക്കേണ്ടി വരും. നെല്ലിന്റെ താങ്ങുവിലയും സംഭരണവും പ്രോത്സാഹന പദ്ധതികളും കാര്യക്ഷമമാക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, വയനാട്.